നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഇവൻ അലോഷ്യ അഗത്യ സേവ്യർ, കളത്തിൽ പറമ്പൻ സേവ്യർ അഗസ്ത്യയുടെയും ജെന്നി സേവ്യറിൻ്റെയും ഇളയ മകൻ, കാശിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. കല്യാണിയെ ഇഷ്ടമാണെന്ന് ആദ്യം അലോഷി പറഞ്ഞത് കാശിയോടായിരുന്നു. കേട്ടതും അവൻ സമ്മതിച്ചു. കാരണം അത്രയ്ക്ക് നല്ലവനായിരുന്നു അലോഷി. അവനെ പോലൊരുത്തനെ തൻ്റെ പെങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായിരുന്നു കാശിക്ക്. കൈലാസ് ഒരു ചൂടനാണ്. അതുകൊണ്ട് തന്നെ അവനോട് അവരുടെ ബന്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല. ഇച്ചായ, അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ കുത്തിയിറക്കിയതും അവൾ ഒരു വിറയലോടെ വിളിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവളെ നോക്കി. ആരെങ്കിലും കാണും? അവൾ തലതാഴ്ത്തി നിന്ന് പറഞ്ഞു. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. അത്രയും പറഞ്ഞ് ചൂണ്ടുവിരൽ കുത്തി അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്നിട്ട് അവളുടെ ആലില വയറെ കൈ പതിപ്പിച്ചുകൊണ്ട് ചുണ്ടുകളെ കവർന്നു. അവൾ ഞെട്ടി അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ഡീ! ഗാംഭീര്യമുള്ളൊരു ശബ്ദം അവിടെ മുഴങ്ങിയതും രണ്ടാളും ഞെട്ടിമാറി. ഡാ പൊന്ന മോനെ, വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നോണ്ടാ, ഇറങ്ങടാ പട്ടി പുറത്ത്. അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് കൈലാസ് അലറി. വല്യേട്ടാ, ഞാൻ പറയട്ടെ, ഇച്ചായനൊന്നും ചെയ്യല്ലേ. അലോഷയെ വീണ്ടും അവൻ അടിക്കാൻ തുനിഞ്ഞതും കല്യാണി അവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. നീ എന്നെ തടയാൻ മാത്രം വളർന്നോടി? എനിക്ക് നേരെ നിന്ന് സംസാരിക്കാൻ മാത്രം നീ വളർന്നോ എന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്നിട്ട് കവളിൽ ശക്തിയിൽ അടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു. നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്ത് ധൈര്യത്തിലാണ് പരനാറി ഈ ചെറ്റത്തരം കാണിച്ചത്? അവനെ താഴേക്ക് പിടിച്ച് തള്ളി നിലത്തിട്ട് ചവിട്ടിക്കൊണ്ട് കൈലാസ് അലറി. അവൻ്റെ വേദന കൊണ്ടുള്ള ഒച്ച അവിടെ മുഴങ്ങിക്കേട്ടു. അയ്യോ ഇച്ചായ! കല്ല വീണ്ടും ഇടക്ക് കയറി. ഡീ! അവൻ ദേഷ്യത്തിൽ അവളെ തല്ലാനോങ്ങിയതും അവൻ്റെ കയ്യിലൊരു പിടി വീണു. അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി. കൈലാസേട്ടാ, വേണ്ട, അവളെൻ്റെ പെങ്ങളാ, ഇനി തുടരുത്. കാശി, നീ പോ. തറവാടിന് മാനക്കേടുണ്ടാക്കി വെക്കാനാണെങ്കിൽ ഇവളിനി ജീവിക്കണ്ട. കൈലാസ് അലറിക്കൊണ്ട് അവൾക്കു നേരെ തിരിഞ്ഞു. നിന്നോടാ പറഞ്ഞ് എൻ്റെ പെങ്ങളെ തുടരുതെന്ന്. അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് കാശി പറഞ്ഞു. പെട്ടെന്നായതിനാൽ അവൻ ഭിത്തിയിൽ ചെന്നിടിച്ചു നിന്നു. അലോഷി, കല്ലുമോളെ, എഴുന്നേൽക്ക്. അവൻ രണ്ടയാളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൈലാസ് അവരെ ദേഷ്യത്തിൽ നോക്കി ഇറങ്ങിപ്പോയി. കുഞ്ഞേട്ടാ! കണ്ണ് നിറച്ചുകൊണ്ടുള്ള അവളുടെ വിളി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒത്തിരി വേദനിച്ചോടാ? അവൻ്റെ ചോദ്യത്തിൽ അവൾ ഇല്ലെന്ന് തലയാട്ടി. ഏട്ടനുണ്ട്. ഏട്ടൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഇനി മോളുടെ ദേഹത്തൊരു കൈ വയ്ക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അലോഷി, ഏയ് സാരമില്ലടാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടല്ലേ ഞാൻ ഇവളെ സ്നേഹിച്ചത്. എനിക്കൊരു കുഴപ്പമില്ലടാ, ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കൈലാസും കാശിയും അത്ര രസത്തിലല്ല. വീട്ടിലെ ചില തർക്കങ്ങൾ അത് സഹോദരന്മാർക്കിടയിലും നിലകൊണ്ടു. അത് പരസ്പരമുള്ള കലഹത്തിന് കാരണമായി. അതിപ്പോഴും തുടരുന്നു. കല്ലുവിനെ കാണാതെ അവളെ തിരിഞ്ഞു വന്നതാണ് രുദ്ര. അപ്പോഴാണ് രമേശൻ അവൾക്ക് നേരെ വരുന്നത് കണ്ടത്. അവൾ അവനെ കണ്ടുവന്ന് പകച്ചെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും അവൻ്റെ പിടി അവളുടെ വലത് കൈയിൽ വീണിരുന്നു. അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞവനെ അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി. എന്താടി, ഇഷ്ടപ്പെട്ടില്ലേ? അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുള്ള അവൻ്റെ സംസാരം അവൾക്കൊട്ടും ഇഷ്ടമായില്ല. രമേശേട്ടാ, കൈവിട്. കൈവിടാം, പക്ഷേ നീ കുറച്ചുകൂടി ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലടി. ഒരു വഷളം ചിരിയോടെ അവളുടെ ഗന്ധം നാസികയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഛേ, കൈവിടട പട്ടി. അവളുടേത് കൈവച്ച് അവൻ്റെ കരണത്തടിച്ച് അടികിട്ടിയതും അവൻ അവളുടെ മേലുള്ള പിടിയുടെ ആക്കം കൂട്ടി. അവൾ വേദന കൊണ്ട് ഉച്ചത്തിൽ അലറി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു. നീ ഇപ്പോൾ ചെയ്തതിനുള്ളത് ഞാൻ നിനക്ക് വൈകാതെ തരുന്നുണ്ടടി പൊന്ന മോളെ. അവളുടെ കാതിൽ പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. മുത്തശ്ശിയോട് എല്ലാ വിവരവും പറഞ്ഞു. വൈകുന്നേരം കാവൽ വിളക്ക് വെച്ചതും എല്ലാവരും തറവാടിൻ്റെ ഉമ്മറത്തൊത്തുകൂടി. അവൾ ബാഗെല്ലാം ഒതുക്കി വെച്ച് കല്ലുവിനോട് പറഞ്ഞു പോകാൻ ഇറങ്ങിയതും സാധിച്ചില്ല. പിന്നീട് മുത്തശ്ശിയും കല്ലുവും ചേർന്നവളെ പിന്നാമ്പുറത്തെ വാതിൽ വഴി പുറത്തെത്തിച്ചു. ക്ഷേത്ര നടപ്പാതയിലേക്ക് അവൾ പോയി മറയുന്നത് അവർ കണ്ണീരോടെ നോക്കി നിന്നു. ശിവന്റെ വീട്ടിൽ അവൻ അവളെയും കൊണ്ട് കയറി മുൻവശത്തെ വാതിലടച്ചു. ശേഷം ഉള്ളിലേക്ക് കയറി അവൻ്റെ ബാഗും അത്യാവശ്യം വേണ്ട സാധനങ്ങളും എടുത്തു വെച്ചു. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് മയങ്ങി. ശേഷം അവളെയും വിളിച്ചുകൊണ്ട് ഏകദേശം സമയം പുലർച്ചയോടടുത്തതും അവൻ ആ വീട് വിട്ടിറങ്ങി. മഞ്ഞു വീഴുന്ന വഴിയിലൂടെ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് അവൾ നടന്നു. ഒടുവിൽ കവലയിലെത്തി കുറച്ചു നേരം കാത്തു നിന്നതും തേവള്ളിയിലേക്കുള്ള ബസ് കിട്ടി. അവളെയും കൊണ്ട് അവൻ അതിൽ കയറി ബാഗ് സീറ്റിന് മുകളിൽ വെച്ച് അവളെ ഇരുത്തി.
ശേഷം ടിക്കറ്റും മറ്റും എടുത്തവൾ അവളുടെ അടുത്തിരുന്നു. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അങ്ങനെ ആ നേരം പുലരുന്ന നേരത്ത് അവർ നാഗശ്ശേരിയോട് വിട പറഞ്ഞു. നേരം പുലർന്നതും ആ നാട് മുഴുവൻ ബ്രഹ്മങ്ങളത്തെ കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. രമേശൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ ജീപ്പും എടുത്തുകൊണ്ട് അവളെ തപ്പിയിറങ്ങി. മറ്റൊരു വഴിയിൽ മാധവനും കൈലാസും അവളെ തിരിഞ്ഞിറങ്ങി. ആ നാട്ടിലെല്ലാം അവർ അവളെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. മുത്തശ്ശിയെയും കല്ലവിനെയും അവർ ചോദ്യം ചെയ്തെങ്കിലും അറിയില്ലെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറി. ഏകദേശം ഉച്ചയോടടുത്തതും ശിവനോടൊപ്പം രുദ്ര തേവള്ളി ഗ്രാമത്തിലെത്തി. അവനൊരു ഓട്ടോ പിടിച്ച് നേരെ കൈലാസം എന്ന അവൻ്റെ വീട്ടിലേക്ക് പോയി. കവലയിൽ നിന്നും കുറച്ചധികം ദൂരമുണ്ടായിരുന്നു അങ്ങോട്ട്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന വയലുകൾക്കിടയിലൂടെ പോകുന്ന ടാറിട്ട റോഡിലൂടെ വണ്ടി നീങ്ങി. അവൾ കണ്ണുകൾ വിളർത്തി എല്ലാ കാഴ്ചയും ഒപ്പിയെടുത്തു. അവളിൽ വിരിയുന്ന ഓരോ ഭാവവും അവനൊരു ചിരിയോടെ വീക്ഷിച്ചു. കുറച്ചു മുന്നോട്ടെത്തിയതും വണ്ടി നിർത്തി അവനിറങ്ങിയപ്പോൾ അവളും. അതുവരെ മാത്രമേ വണ്ടി പോവുകയുള്ളായിരുന്നു, ബാക്കി കാൽനടയാണ്. അവൻ വണ്ടിക്ക് പൈസ കൊടുത്തുകൊണ്ട് ബാഗും എടുത്ത് മുന്നോട്ട് നടന്നു. ഒടുവിൽ രണ്ടാളും നടന്നൊരു ചെറിയ ഇടവഴിയിലേക്ക് കയറി. ടാറിടാത്തൊരു കുഞ്ഞു നടപ്പാതയായിരുന്നു അത്. ചുറ്റും നിറയെ മരച്ചീനി ചെടികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. കുറച്ച് മുന്നോട്ട് പോയത് മരച്ചീനിക്കൊപ്പം വാഴയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വശത്ത് കുഞ്ഞൊരു തോടൊഴുകുന്നുണ്ട്. അവൾ എല്ലാ കാഴ്ചയും ഒപ്പിയെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അവളുടെ തൊട്ടു പിറകെ തന്നെ ശിവനുമുണ്ടായിരുന്നു. അവളിലെ ഓരോ ഭാവവും അവൻ കൗതുകത്തോടെ വീക്ഷിച്ചു എങ്കിലും ഉള്ളിലൊരു ഭയം നിറഞ്ഞിരുന്നു. ഒടുവിൽ രണ്ടാളും നടന്നൊരു തറവാടിന് മുന്നിലെത്തി. അവിടേക്ക് കയറാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. രുദ്ര അവിടെ എത്തിയതും നിന്നു. എന്നിട്ട് അതിന് മുന്നിലുള്ള നെയിം ബോർഡിലേക്ക് നോക്കി. ചന്ദ്രബിംബം. അവൾ അത് വായിച്ച് എന്നിട്ട് തിരിഞ്ഞു ശിവനെ നോക്കി. ശിവേട്ട, ഇത് എൻ്റെ തറവാടാണ്. പരമ്പരാഗത സ്വത്തായിരുന്നു ഈ തറവാട്. എൻ്റെ അമ്മയുടെ തറവാടായിരുന്നു. അമ്മയും അച്ഛയും പോയപ്പോൾ ഇതെൻ്റെ പേരിൽ എഴുതി വെച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും ദോ ആ മല കണ്ടു, അതിനപ്പുറത്തെ ഗ്രാമത്തിലാണ്. അവൻ സ്റ്റെപ്പ് കയറിക്കൊണ്ട് പറഞ്ഞു. അവൻ പറയുന്ന ഓരോ വാക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കേട്ടു നിന്നു. എൻ്റെ മുത്തശ്ശൻ കേശവ പൊതുവാൾ. ആളൊരു കില്ലാടിയായിരുന്നു. ഒരു തൻ്റെയിടം പിടിച്ച ആള്. ആരെയും വകവയ്ക്കാത്ത സ്വഭാവം. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു റൗഡി. ആ റൗഡി തരത്തിൻ്റെ ഫലമാണ് 25-ാം വയസ്സിൽ എൻ്റെ മുത്തശ്ശി ജഗദമ്പാളിനെ വീട്ടിൽ ചാടിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ കുടുംബത്തിനകത്ത് കശപിശ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശിയെയും കൊണ്ട് തറവാട്ടിൽ നിന്നിറങ്ങി സ്വന്തമായി ഉണ്ടാക്കിയതാ ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നാരായണേട്ടനാണ്. അദ്ദേഹം ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറപ്പടിയിലെ പൊടി ഊതി കളഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. എൻ്റെ മുത്തശ്ശനുണ്ടാക്കിയതാ. 10-15 ഏക്കറുണ്ട് എല്ലാം കൂടി. എൻ്റെ അമ്മ ഒറ്റ മോളായിരുന്നു. ശേഷമെല്ലാം അമ്മയ്ക്ക് വന്നു ചേർന്നു, അവരിലൂടെ എനിക്കും. പക്ഷേ എന്താ ശിവേട്ട? ഏയ് ഒന്നുമില്ല, ഇനി ബാക്കിയൊക്കെ പിന്നെ പറയാം. ഇവിടെയൊക്കെ അപ്പടി പൊടിയല്ലേ, നമുക്ക് നാരായണേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. അതെവിടെയാ? വാ. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവരുടെ പെട്ടിയും എടുത്ത് മുന്നേ നടന്നു. തറവാടിൻ്റെ തൊട്ടപ്പുറത്ത് ഓടിട്ടൊരു ചെറിയ വീടായിരുന്നു നാരായണേട്ടൻ്റെ. ഇപ്പോൾ ചന്ദ്രബിംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അദ്ദേഹമാണ്. ഒപ്പം കൃഷിയിടത്തിന് മേൽനോട്ടം വഹിക്കുന്നതും. നാരായണേട്ടാ, വീട്ടിന് മുറ്റത്ത് ചെന്നുകൊണ്ട് ശിവൻ വിളിച്ചു. അവൻ്റെ ഒപ്പം തന്നെ ലച്ചുവുമുണ്ട്. അല്ല, ആരിത്? നീ വഴിയൊക്കെ മറന്നു ശിവ? അയാൾ ഉമ്മറത്തേക്ക് വന്ന് ചോദിച്ചു. അങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോ എനിക്ക്? ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി. അല്ല, ഏതേ കുട്ടി? അയാൾ മനസ്സിലാവാതെ ചോദിച്ചു. എൻ്റെ ഭാര്യയാണ് രുദ്രശിവൻ. എന്തൊക്കെ നീ പറയുന്ന മോനെ? നിന്റെ ഭാര്യയോ? അതൊക്കെ ഞാൻ പറയാം നാരായണേട്ടാ. തൽക്കാലം തറവാടിനടുത്തുള്ള കളപ്പുരയിൽ കഴിയാം. പിന്നീട് തറവാട് അടിച്ചു തുടച്ച് വൃത്തിയാക്കണം, എന്നിട്ട് അങ്ങോട്ട് മാറാം. അല്ല മോനെ, ശങ്കരൻ? വേണ്ട നാരായണേട്ടാ, എനിക്ക് അയാളുടെ പേര് പോലും കേൾക്കണ്ട. ഇന്ന് ഞാൻ ആ പഴയ ശിവശങ്കരനല്ല, ശിവനാണ്. ചന്ദ്രബിംബത്തിലെ ശിവൻ. ബന്ധുക്കളും ഉറ്റവരും ഒന്നുമില്ലാത്ത ശിവൻ. അയാളുടെ മകനായി പോയി എന്ന ഒറ്റ കാരണത്താലാണ് ഞാനിന്ന് അനുഭവിക്കേണ്ടതെല്ലാം. അയാളുടെ പെങ്ങളുടെ കാൽ ചുവട്ടിലായത് എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും, എല്ലാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ കളപ്പുരയിലേക്ക് നടന്നു. ഒപ്പം ലച്ചുവും. അവൾക്കൊന്നും മനസ്സിലായില്ല എങ്കിലും അവൾ അവനോടൊന്നും ചോദിച്ചില്ല. എല്ലാം അവൻ തന്നെ പറയുമെന്ന പ്രതീക്ഷയിൽ. അവൻ പോകുന്നത് നോക്കി അയാൾ ആ ഉമ്മറപ്പടിയിൽ നിന്നു. അയാളുടെ മനസ്സിലേക്കൊരു രംഗം ഓടി മറഞ്ഞു. നാരായണേട്ട, എൻ്റെ അമ്മ ഒന്ന് വരൂ.
കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അയാളുടെ കാല് പിടിക്കുന്ന 18 വയസ്സുകാരൻ ശിവന്റെ. ഒന്നും ആലോചിക്കാതെ അവൻ്റെ ഒപ്പം ഇറങ്ങി തിരിച്ച് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ. പക്ഷേ രക്ഷിക്കാനായില്ല. ഒപ്പം ശങ്കരൻ്റെ വാക്ക് കേൾക്കാത്തതിലുള്ള ശിക്ഷ. എൻ്റെ സ്വന്തം മകളെ ജീവശവമാക്കി. അയാൾ ആ കട്ടിലിൽ കിടത്തി. ഇന്നും അവനോടുള്ള പക ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ അണപൊട്ടി ഒഴുക്കി വിടാനായി. ഇതേ സമയം, ഡി പൊന്ന മോളെ, എവിടെയാടി ആ ഉരുമ്പട്ടവൾ? ഇന്ദ്രൻ കല്യാണിയോട് ചീറി. എനിക്കറിയില്ല ഇന്ദ്രേട്ടാ, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ വെറുതെ വിടേട്ടാ. അയ്യോ ഇന്ദ്ര, വേണ്ട, കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. ജാനകി ഓടി വന്നവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ഇവളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണ് ഇതെല്ലാം. ഇവളെ ഉണ്ടല്ലോ. അവൻ അവൾക്കു നേരെ കയ്യോങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ഇന്ദ്ര. എന്താച്ചാ? വേണ്ട, പോയവൾ പോയി. ഇനി അവളുടെ പേര് പോലും ഇവിടെ ആരും ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനൊരു മകള് എനിക്കില്ല. അവൾ മരിച്ചു കഴിഞ്ഞു. ദൃഢമായ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് രമേശൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല ലച്ചു, നിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഈ രമേശൻ ഒന്ന് ആഗ്രഹിച്ചോ? അത് ഞാൻ നേടിയെടുത്തിരിക്കും. നീ കാത്തിരുന്നു എൻ്റെ വരവിനായി. ഈ സമയം അർജു, ഡായ് അർജു, ഉറക്കെ വിളിച്ചുകൊണ്ട് അപ്പു അവൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്താടാ? മേശപ്പുറത്തുനിന്ന് കടലാസിൽ എന്തോ കൊത്തിക്കുറിക്കുന്നതിനിടയിൽ അവൻ വിളി കേട്ടു. എടാ, ഞാൻ കവലിൽ പോയപ്പോൾ നാരായണേട്ടനെ കണ്ടിരുന്നു. എന്നിട്ട്? ശിവേട്ടൻ തിരിച്ചു വന്നെന്ന്. അതേടാ, ഇന്നുച്ചക്കെത്തി. ആളുടെ കൂടെ ഭാര്യയുമുണ്ടെന്ന്. ഭാര്യയെ? അതേടാ, ആള് കെട്ടി. ആണോ? ഇപ്പം എവിടുണ്ട് ഏട്ടൻ? ചന്ദ്രബിംബത്തിൽ. ശിവനെ ഇവിടെ ഉണ്ടെന്ന് വല്യച്ഛൻ അറിഞ്ഞാൽ തീർന്നു. അർജുൻ ടെൻഷനോട് പറഞ്ഞു. അത് ശരിയാ, നാരായണേട്ടൻ ആരോടും പറയില്ല. എന്നോടും അങ്ങനെയാ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നേ. അപ്പു ഗൗരവത്തോട് പറഞ്ഞു. എനിക്ക് ഏട്ടനെ കാണാൻ തോന്നുവാടാ. എത്ര നാളായി കണ്ടിട്ട്. അതൊക്കെ കാണാം. ഇത് ശ്രീനിലയം തറവാട്. ഇവിടുത്തെ മുത്തശ്ശനാണ് ചന്ദ്രശേഖര പണിക്കർ, ഭാര്യ ദേവകി. ഇവർക്ക് മക്കൾ 3. ശങ്കരൻ, ഭാര്യ ശോഭ, ഒരേ ഒരു മകൻ ശിവശങ്കരൻ. രണ്ടാമത്തേത് രാഘവ്, ഭാര്യ ദേവയാനി. മക്കൾ അർജുൻ രാഘവ്, അമൽ രാഘവ്. രണ്ടിനും 1 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. രണ്ടും ഡിഗ്രിക്ക് പഠിക്കുവാണ്. മൂന്നാമത്തേത് ശ്രീലേഖ, ഭർത്താവ് അശോകൻ. മക്കൾ രജിത അശോകൻ, രശ്മി അശോകൻ +2 പഠിക്കുന്നു. ശ്രീലേഖ മാത്രമാണ് കുടുംബത്തിലെ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരാൾ. ഈ സമയം തറവാട്ടിനടുത്തുള്ള കളപ്പുര വൃത്തിയാക്കി അവിടേക്ക് കൊണ്ടുവന്ന പെട്ടിയെല്ലാം ഒതുക്കി വെച്ച് തറയിൽ ഒരു പായ വിരിച്ച് അതിലിരിക്കുവാണ് ശിവൻ. അവൻ്റെ തൊട്ടടുത്തായി അവനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് ലച്ചുവും. രുദ്ര. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ദൂരേക്ക് മിഴുന്നിട്ട് അവൻ അവളെ വിളിച്ചു. എന്താ ശിവേട്ടാ? തനിക്കിപ്പോൾ തോന്നുന്നുണ്ടോ എൻ്റെ ഒപ്പം വരണ്ടായിരുന്നു എന്ന്? അപ്പോഴും അവൻ അവളുടെ മുഖത്ത് നോക്കിയില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അവൾ സംശയത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ഇവിടെ തൻ്റെ തറവാട്ടിലെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ പായ വിരിച്ച് നിലത്ത് കിടക്കണ്ടേ? തനിക്കതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ട് അവൻ അവളെ നോക്കി. അവനെ തന്നെ നോക്കിയിരിക്കുവാണ് അവൾ. രുദ്ര. അവൻ്റെ വിളിയിൽ അവൾ ഞെട്ടി നോട്ടം മാറ്റി. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്നാ മറുപടി താ. ഏതു നരകത്തിലായാലും ഞാൻ ശിവേട്ടനെ വിട്ട് എങ്ങോട്ടും പോവില്ല. കാരണം ഏട്ടനിൽ മാത്രമാണ് എനിക്കൊരാശ്രയം. ഏട്ടനും കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ രുദ്ര ജീവിച്ചിരിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കാറ്റുപോലെ പുറത്തേക്ക് പോയി. എന്തുകൊണ്ടോ അവളുടെ ഓരോ വാക്കുകളും അവനിൽ വളരെയധികം ആശ്വാസവും സന്തോഷവും നിറച്ചു. അവനൊരു ചിരിയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. അവിടെ തൂണിൽ പിടിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രുദ്ര. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ശിവൻ അവളെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ അത് ആഗ്രഹിച്ചതുപോലെ അവനിലേക്ക് ചേർന്ന് നിന്നു. അവൻ തൻ്റെ മുഖം അവളുടെ തോളിൽ മുട്ടിച്ച് കണ്ണടച്ച് നിന്നു. അവളുടെ കവളിൽ കവിൾ മുട്ടിച്ചിരുന്നതിനാൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് അവൻ അറിഞ്ഞു. പെട്ടെന്ന് കണ്ണു തുറന്നവൻ തലചരിച്ച് അവളെ നോക്കി. ഹേയ് രുദ്ര, താൻ കരയാ? എന്താ ഇത്? ഞാനെന്തോ പൊട്ടത്തരം ചോദിച്ചെന്ന് വെച്ച്? അവൻ അവളെ തിരിച്ചു നിർത്തി കണ്ണു തുടച്ചു കൊടുത്തു. ദേ നോക്ക്, ഇനി ഒന്നിൻ്റെ പേരിലും ഞാൻ എൻ്റെ ഈ രുദ്രക്കുട്ടിയെ വിട്ടുപോകില്ല. എന്നെ വിട്ടു പോകാനും പറയില്ല. ഈ ജന്മം ശിവന് താൻ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്. ഈ ശിവൻ്റെ മാത്രമായിരിക്കും രുദ്ര. ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം. ഒരു വലയം തീർത്ത് ഞാൻ നിന്നോളാം, എപ്പോഴും തൻ്റെ ഒപ്പം. അതുപോരെ എൻ്റെ പെണ്ണിന്?
അവളുടെ ഇരുതോളിലും കൈവച്ചുകൊണ്ട് ഒരു ചിരിയോടെ തന്നെ നോക്കി ചോദിക്കുന്നവന് ആ ഒഴുകുന്ന കണ്ണീരിനിടയിലും ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ അവൾ മറന്നില്ല. അവൻ അതേ ചിരിയോടെ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അവർക്കറിയില്ല. രുദ്ര, എങ്ങനെ നിന്നാ മതിയോ? നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? അവൻ ചോദിച്ചതും അവൾ അവനിൽ നിന്നും അടർന്നു മാറി. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങി വരാം. തറവാട്ടിലേക്ക് മാറിയിട്ട് വെച്ചുണ്ടാക്കുവാനുള്ള മേടിക്കാം. എന്തേ? അവളുടെ കവിളിൽ തട്ടി അവൻ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. മോനെ ശിവ. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നാരായണേട്ടൻ വന്ന് അങ്ങോട്ടെത്തി. മോനെ എങ്ങോട്ടാ? ഞാനൊന്ന് കവല വരെ, കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാൻ. അതെന്താടാ, നീ എന്നെ അന്യനായിട്ടാണോ കാണുന്നേ? അയ്യേ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. എന്നതാ, ഇതെടുത്ത് കഴിക്ക്. കയ്യിലുള്ള അത്യാവശ്യം വലിയ പാത്രം നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അതിൽ വാഴയില കൊണ്ട് മൂടിയിരുന്നു. ശിവൻ അത് വാങ്ങി ഇല ഉയർത്തി നോക്കി. നല്ല കപ്പ പുഴുങ്ങിയതും കുടംപുളി ഇട്ടുവെച്ച മീൻ കറിയുമാണ്. അയാൾ ചിരിയോടെ പറഞ്ഞു. അവൻ മൂക്കുകൊണ്ട് അതിൻ്റെ മണം ഉള്ളിലേക്ക് ആവാഹിച്ചു. അയ്യോ, എന്തോ ഓർത്ത പോലെ അയാൾ രുദ്രനെ നോക്കി. അപ്പോഴാണ് ശിവനും അവളെ പറ്റി ഓർത്തത്. അവനും തിരിഞ്ഞവളെ നോക്കി. മോളിതൊക്കെ കഴിക്കുമോ? കഴിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മുത്തശ്ശൻ്റെ വിലക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനും കല്ലുവും കൊതി തോന്നുമ്പോൾ കോളേജിൽ പോകുന്ന വഴി ഹോട്ടലിൽ കയറി മീനും മുട്ടയും ചിക്കനും നല്ല തട്ടും. പിന്നെ ഒരാഴ്ചത്തേക്ക് അത് മതി. അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. എനിക്ക് കള്ളത്തി, നീയാള് കൊള്ളാലോ. ശിവൻ വായും പൊളിച്ചു നോക്കി. ആഹാ, ഈ മുണ്ടാപൂച്ചൊരു കുറുമ്പിയാണല്ലോ. അയാൾ ചിരിയോട് അവളുടെ തലയിൽ തഴുകി പറഞ്ഞു. ആ നിമിഷം അയാളുടെ മനസ്സിൽ തെളിഞ്ഞത് പണ്ട് ഇതുപോലെ കുറുമ്പ് കാട്ടി ഓടി നടന്നത് തൻ്റെ സ്വന്തം മകളായിരുന്നു. ആ ഓർമ്മയിൽ അയാളുടെ കണ്ണു നിറഞ്ഞു. അത് മറയ്ക്കാനായി ഒരു പുഞ്ചിരി നൽകി അയാൾ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നിന്നു. ആ മോനെ, നീ കവലയിലേക്കൊന്ന് പോകണ്ടാട്ടോ. അയാൾ പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ച് അയാളെ നോക്കി. ശങ്കരൻ ശിങ്കിടി വേലായുധൻ കവലയിൽ ഉണ്ടായിരുന്നു. ഞാനിന്ന് ചെന്നപ്പോൾ മോനെ കണ്ട ഉറപ്പായും ഇവിടെ അന്വേഷിച്ചു വരും. അതുകൊണ്ട് മോനത് അത്യാവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഒരച്ഛൻ്റെ കരുതലും സ്നേഹവും നിറഞ്ഞിരുന്നു ആ വാക്കുകളിൽ. വേണ്ട നാരായണേട്ടാ, അയാൾ വരട്ടെ. ഇനിയും ഞാൻ താഴ്ന്നു കൊടുക്കില്ല. ഇതെനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. മോനെ, മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പൊ നീ തനിച്ചല്ല, മോളും കൂടെ ഉണ്ട് നിന്റെ ഒപ്പം. അത് നീ മറക്കരുത്. അയാൾ രുദ്രയെ നോക്കി പറഞ്ഞു. അവനും ഒരു നിമിഷം അവളെ തിരിഞ്ഞു നോക്കി. പിന്നെ അപ്പുമോനെ കണ്ടിരുന്നു. ഞാൻ അവനോട് മാത്രം സ്വകാര്യമായി മോൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എന്തുണ്ടേലും എന്നെ വന്ന് അറിയിച്ചോളാം എന്നവൻ മറുപടി നൽകി. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. ആ ചിരി ശിവനിലേക്കും പടർന്നു. രുദ്രയാണെങ്കിൽ ഇവരത് തേങ്ങയായി പറയുന്നേ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയായിരുന്നു. അപ്പം മക്കൾ പോയി കഴിച്ചോ, ഞാൻ പിന്നെ വരാം. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അല്ല ശിവേട്ട, ആരാ ഈ അപ്പുമോൻ? ആരാ ശങ്കരൻ? അപ്പോൾ വേലായുധനോ? കിളി പോയ പോലുള്ള അവളുടെ നിൽപ്പും ചോദ്യവും കേട്ട് അവന് ചിരി വന്നു. വാ പറയാം. ആദ്യം നമുക്ക് എന്തേലും കഴിക്കാം. ഇപ്പോൾ വയറ് തള്ളക്ക് വിളിക്കാൻ തുടങ്ങി. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി.